5:30 മണിയാകുമ്പോൾ എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പിയിൽ തുടങ്ങി ഞാൻ. അതിനുശേഷം എനിക്കും ഹസ്ബൻഡിനും കൂടെ വേണ്ടിയിട്ട് ഒരു പാൽ ചായ ഉണ്ടായി. ഞാൻ പാൽ ചായയിൽ ഒരു ഇഞ്ചിയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നല്ല സ്ട്രോങ് ആയിരിക്കണം ചായ രാവിലെ തന്നെ. എല്ലാവർക്കും ആലിയാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സുഖമില്ലാതിരുന്നൊരു ദിവസമാണിന്ന്. മോളാണ് വീഡിയോ എടുക്കുന്നത്. ചായയൊക്കെ റെഡിയായി. ഹസ്ബൻഡിനൊരു ചായ കൊടുത്തു, ഞാനും ഒരെണ്ണം കുടിച്ചു. അതിനുശേഷം ഇന്ന് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയുമ്പോൾ കുറച്ച് പച്ചക്കറികളേ ഉണ്ടായിരുന്നുള്ളൂ. അതും പരിപ്പ് വക്കടക്കൂട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു. അതിനിടയ്ക്ക് മോൾക്കൊരു ആംല ഷോട്ട് ഉണ്ടാക്കി കൊടുത്തു, മൂത്ത ആൾക്ക്. സാമ്പാറിന് വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്, തട്ടിക്കൂട്ട് സാമ്പാർ. കടലപ്പരിപ്പ് ഉലുവയൊക്കെ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് പൊടികളിട്ട് അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് സാമ്പാറിലും കഷ്ണത്തിലേക്കും ചേർത്ത് കഴിഞ്ഞപ്പോൾ അതൊരു തട്ടിക്കൂട്ട് സാമ്പാറായി. ഇച്ചിരി കടുകും വറുത്തിട്ടു. പക്ഷെ സാമ്പാർ ഒരുവിധം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഡലി ആയിരുന്നു അതിൻ്റെ കൂടെ. ഇഡലി ഉണ്ടാക്കി ഇന്ന്. പിന്നീട് വീട്ടിലുള്ള പണികളെല്ലാം ചെയ്യേണ്ടി വന്നു. എന്നെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു. ആ ആൾ നാട്ടിൽ പോയിരിക്കുകയാണ്. സുഖമില്ലാതിരുന്ന ദിവസം എല്ലാ പണികളും ചെയ്യണമായിരുന്നു. എല്ലാവർക്കും ഒരു മടി പോലെ തോന്നിയല്ലേ. ഇഡലി ആണിന്ന് ഉണ്ടാക്കിയത്. കാരണം എനിക്ക് സുഖമില്ലാതിരുന്നുകൊണ്ട് ഇഡലി കഴിക്കാൻ തോന്നി. ഇഡലി സാമ്പാറും. അങ്ങനെയാണ് ഞാൻ ഇഡലി സാമ്പാറും ഉണ്ടാക്കിയത് ഇന്ന്. ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇഡലിയും സാമ്പാറും. മക്കൾ കഴിക്കത്തില്ല, ഈ സാമ്പാറൊന്നും അവർക്കിഷ്ടമല്ല. ഓണത്തിൻ്റെ അന്നാണ് അവർ ഈ സാമ്പാർ കഴിക്കുന്നത്. പിന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ ഒത്തിരി കഴുകാണ്ടായിരുന്നു. മോൾ എന്താണോ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല. ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അതിന് ശേഷമാണ് ഇഡലിയെല്ലാം എടുത്ത് ഹസ്ബൻഡിനും കൊടുത്തു, ഞാനും കഴിച്ചു ഇഡലി. വീണ്ടും ഒത്തിരി പണികളൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചു വാരണം, തുണി ബെഡ്ഷീറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സാമ്പാർ കണ്ടില്ലേ, അടിച്ചു വാരി. തുടച്ചില്ല കേട്ടോ ഇന്ന്, അടിച്ചു വാരി. പിന്നെ ചെടിക്കൊക്കെ ഒത്തിരി നല്ല വെയിലാണല്ലോ ഇപ്പോൾ. ചെടിക്കൊക്കെ എനിക്ക് കുറച്ച് ചെടികളുണ്ട് 2 ബാൽക്കണിയിലുമായിട്ട്. കുറച്ച് തുളസിയുണ്ട്, റോസുണ്ട്, പിന്നെന്താ ഒരു കരിയാപ്പ്, അതുപോലെ നമ്മുടെ ബിരിയാണി ഇലയില്ലേ, രമ്പ ഇലയുടെ ഇത്, പുതിന. അത്യാവശ്യം എനിക്ക് വേണ്ട പുതിന 2-3 ചട്ടിയിലായിട്ട് ഞാൻ പുതിന വളർത്തിയിട്ടുണ്ട്. പിന്നെന്താ പനിക്കൂർക്ക, അങ്ങനെയുള്ള കുറച്ച് സാധനം അത്യാവശ്യം നമ്മുടെ ബാൽക്കണിയിൽ വളർത്താൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ. ഓക്കെ. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് എനിക്ക്. അതാണിപ്പം മേളിലായിട്ട് കാണിച്ചു തരും. പിന്നെന്താ, ഇതിനിടയ്ക്ക് തുണിയായി. തുണി എടുത്തിടണമായിരുന്നു. തുണി എടുത്തുകൊണ്ടിട്ട്, തുണി എന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റായിരുന്നു. ബെഡ്ഷീറ്റെല്ലാം എടുത്തിട്ടു. അതിനിടയ്ക്ക് ഇതാ എൻ്റെ കുഞ്ഞാപ്പി. അവൻ്റെ പേര് സെയിൻ എന്നാണ്. ഇതാണ് പക്ഷേ എൻ്റെ കുഞ്ഞാപ്പിയാണ്. അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ആരും ഇല്ലാത്തപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒത്തിരിയായിട്ട് തോന്നും. പിന്നെ മോള് സാമ്പാർ കഴിക്കത്തില്ല. ഞാൻ ഇതിനിടയ്ക്ക് കുക്കറിൽ ഇത്തിരി ചോറ് വെച്ചിരുന്നു. മോള് സാമ്പാർ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ശകലം പയർ എടുത്ത്, നമ്മുടെ വൻപയറെടുത്ത് ഒന്ന് ഒലത്തി, ഫ്രിഡ്ജിൽ ഇച്ചിരി മീൻ, നമ്മുടെ നെത്തോലി മീനില്ല, അതുണ്ടായിരുന്നു. അതും കൂടി എടുത്ത് ഒന്ന് വറുത്തു. അപ്പം മോളുടെ കാര്യം സെറ്റായി. എനിക്ക് സാമ്പാർ ഇഷ്ടമാണ്. സാമ്പാർ കൂട്ടി ഞാൻ ചോറ് കഴിക്കും.
മോൾക്ക് വേണ്ടിയിട്ടാണിത്. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ കോൺഫ്ലോർ പൗഡർ നമ്മൾ വറക്കുന്നതിന് മുമ്പ് ശകലം ഒന്ന് തൂവി വറക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയ്ക്കകത്ത് വറുത്തെടുത്താൽ എണ്ണയ്ക്കകത്ത് നമ്മൾ ചിലപ്പോൾ ഈ കരിഞ്ഞൊക്കെ ഇരിക്കില്ലേ, ഒരു ശകലം തൂവിയാൽ മതി. അപ്പോൾ അവിടെ എണ്ണയിലേക്ക് നമ്മുടെ ഈ മസാലകളൊന്നും വീഴത്തില്ല. നല്ല ക്രിസ്പി ആയിട്ട് എല്ലാ മീനും നമുക്ക് പൊരിച്ചെടുക്കാം. അതിനിടയ്ക്ക് മോൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ മോളാണ്. അപ്പോൾ അവൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഒരു ജ്യൂസ് അടിച്ചു കൊടുത്ത്. ഇതെല്ലാം എൻ്റെ എക്സ്ട്രാ പണികളാണ് കേട്ടോ. ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു. എൻ്റെ കുഞ്ഞാപ്പിക്കും കുറച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒത്തിരി പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പോയി കുറച്ച് നേരം ഒന്നിരുന്നു. മീനൊക്കെ ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് മീനൊക്കെ. ചോറുണ്ണാൻ സമയമായി. ചോറാണ് ഉണ്ടാക്കിയത്. സാമ്പാർ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സാമ്പാറും ചോറും. ഇതെനിക്കെടുത്ത ഫുഡാണ്. മോൾക്ക് പയറും മീൻ വറുത്തതും അച്ചാറും കൂട്ടി മാത്രമാണ്. മോളിന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഈ ചോറ്. അവരവരുടെ വെള്ളച്ചോറാണ് കഴിക്കുന്നത്, സോനാമസൂരി അരിയും കൊണ്ടുണ്ടാക്കുന്ന ചോറ്. വൈകുന്നേരമായപ്പം എനിക്ക് 2-3 ദിവസമായിട്ട് സുഖമില്ലാത്തത് കൊണ്ടും ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചുകൊണ്ട് നന്നായിട്ട് വിശന്നു. 4:30 ഞാനൊരു 2 ദോശയും നമ്മുടെ തട്ടിൽക്കൂട്ടി തട്ട് ദോശയും നല്ല മധുരയിട്ട നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായയും സാമ്പാറും കൂടെ കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. എനിക്കങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് മോൾക്ക് ഒരു ചെറിയ പർച്ചേസിങ് ഉണ്ടായിരുന്നു. വൈകുന്നേരമായി 5:30 കഴിഞ്ഞ സമയമാണിപ്പോൾ. അപ്പോൾ സുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊരു 6-7 കിലോമീറ്റർ ദൂരെയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണ്. സുഡിയോയിൽ ചെന്നു. മോൾ അത്യാവശ്യം നല്ല പർച്ചേസിങ് തന്നെ നടത്തിയെന്ന് വേണം പറയാനായിട്ട്. അവൾ സാൻഡൽ, പിന്നെ ടോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയം മൂത്താൾ വിളിച്ചിരുന്നു. പറഞ്ഞ് മോളും ഏകദേശം അടുത്തെത്തിയിരുന്നു. ഇപ്പോൾ ഒരു 7:30 മണി സമയം കഴിഞ്ഞു. ഞങ്ങൾ വീടിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ നല്ല പാനിപ്പൂരി, മസാലപ്പൂരി, അതുപോലെ തന്നെ പാവ് ബജിയൊക്കെ കിട്ടും. മോൾക്ക് അവിടെ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വണ്ടി ഒതുക്കി അവിടെ നിന്ന് പാനിപ്പൂരി എല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോന്നു. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ.